ഇല്ലാത്ത പോലെ, കള്ളുടിക്കണ പോലെ, ബീഡി വലിക്കണ മാതിരി അങ്ങനത്തെ ഒരു സാധനമാണ് എന്ന നിലക്ക് കാണുന്നവരാണ്. വൻപാപങ്ങളിൽപ്പെട്ട ഒന്നാണ് പലിശ. അത് നിങ്ങൾക്കൊക്കെ അറിയാം, സബൂൽ മുബീഖാത്തിൽപ്പെട്ട അല്ലേ. ഇനി രണ്ട്, നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ ആളുകൾക്കൊക്കെ പൊതുവെ ഒരു നിസ്സാരവൽക്കരിക്കലുണ്ട് ഈ വിഷയത്തെ പറ്റി. നിസ്സാരവൽക്കരണം. 5 നേരം നിസ്കരിക്കുന്ന എത്രയോ മുസ്ലിമീങ്ങൾ ഈ ലോണുമായി സ്ഥിരമായി ബന്ധപ്പെടുന്നവരാണെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് വിമർശിക്കാൻ കഴിയില്ല. കാരണം എൻ്റെ മുന്നിൽ എനിക്ക് പരിചയമുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. റമളാൻ മാസത്തിൽ കൃത്യം നോമ്പെടുക്കുന്നവർ ഒരുപാട് ആളുകൾ പലിശയുമായി ബന്ധപ്പെടുന്നു പറഞ്ഞാൽ നിങ്ങൾക്ക് വിമർശിക്കാൻ കഴിയില്ല. എനിക്ക് ഒരുപാട് പരിചയമുള്ള ആൾക്കാരുണ്ട്. ഹജ്ജും ഉംറയും വരെ നിർവഹിച്ചിട്ട് പിന്നെ ഈ തമ്മാടിത്തത്തിലേക്ക് തിരിഞ്ഞുപോയ ഒരുപാട് ആളുകളുണ്ട്. നിങ്ങൾ പറഞ്ഞാൽ, എനിക്ക് എന്നെ വിമർശിച്ചാൽ പറ്റൂല, എൻ്റെ മുന്നിൽ ഒരുപാട് ആളുകളുണ്ട്. ഇത് പറയുമ്പോൾ ആളുകൾക്കൊക്കെ വളരെ ദേഷ്യ. നേരെ മറിച്ച് ഞാനിപ്പോൾ പെടുന്നിട്ട് ആദർശപരമായ മറ്റു ചില വിഷയങ്ങളെ കർക്കശമായി പറഞ്ഞാൽ നിങ്ങൾക്കൊക്കെ സന്തോഷം ഉണ്ടാവും. എല്ലാവരും അഭിനന്ദിക്കും, കൈകൊട്ടും, നന്നായിട്ട് സബാഷ്. പക്ഷേ പലിശയുമായി ബന്ധപ്പെട്ടൊരു വാചകം പറയുമ്പോഴേക്കും നിസ്കരിക്കുന്ന പലരുടെയും മുഖത്തും മ്ലാനത വരും, വെറുപ്പുണ്ടാകും. ഇനി അയാൾ വേണ്ട, അയാളെ പ്രസംഗിക്കാൻ വിളിക്കണ്ട, അത് ശരിയാവില്ല, അയാൾ ഒരു ജാതി ശൈലിയില പറയാ. എന്റെ അനുഭവം പറഞ്ഞു, എന്റെ അനുഭവം. ഈ പലിശയുമായി ബന്ധപ്പെട്ട കാര്യം പറഞ്ഞതിന്റെ പേരിൽ മാത്രം ചില ഇടങ്ങളിൽ നമ്മളോട് അവഗണന കാണിക്കുന്ന ആളുകളുണ്ട്. എനിക്ക് സന്തോഷമുള്ളൂ. കാരണം ഹക്ക് പറഞ്ഞതിന്റെ പേരില്, ശിർക്ക് പറഞ്ഞതിന്റെ പേരില് പള്ളിക്കുന്ന മറ്റൊരു പുറത്താക്കണമാതിരി, ബിദ്അത്ത് പറഞ്ഞതിന്റെ പേരില് മറ്റൊരു പുറത്താക്കണമാതിരി, തൗഹീദും സുന്നത്തും അംഗീകരിച്ച ഒരാൾ ഹറാമായ ഈ വൃത്തികേട് പറഞ്ഞതിന്റെ പേരിൽ സ്വാഭാവികമായും മനസ്സിൽ എന്നോട് വെറുപ്പുണ്ടായാൽ അൽഹംദുലില്ലാ, ബഹിഷ്കരണത്തിന്റെ ഒരു ലോകം എന്റെ മുന്നിൽ സൃഷ്ടിച്ചാൽ എനിക്ക് യാതൊരു പ്രശ്നമില്ല. തുറന്ന് ഞാൻ പറയാം. അതുകൊണ്ട് തന്നെ ഗൾഫിൽ ജീവിക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവും. പല സുഹൃത്തുക്കളും ദുബായിലൊക്കെ വർക്ക് ചെയ്യുന്ന ചിലനോട് പറഞ്ഞു, പല പ്രൊജക്റ്റും അവർ ആരംഭിച്ചത് പലിശയില, ലോണിലാണ്. ഹറാമിൽ, തനിച്ച ഹറാമിൽ. ഇതൊക്കെ പറഞ്ഞിട്ട് മനസ്സിലായില്ലേ? എന്നാൽ അല്ലാഹുവിന്റെ തിരുദൂതർ പറയാ, പലിശ എന്നത് ഏറ്റവും വൃത്തികെട്ട ഒന്നാണെന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിക്കുക. ഒരാൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അവനെന്റെ ഉമ്മച്ചി. ഉമ്മ എന്ന് പറഞ്ഞ ഒരാൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട അല്ലേ? അങ്ങനെ തന്നെ അല്ലേ? എനിക്ക് എന്റെ ഉമ്മ ഏറ്റവും പ്രധാനപ്പെട്ട. അല്ലാഹുമ്മ റബ്ബി റഹ്മഹുമാ കമാ റബ്ബയാനി സഗീറ. അതുകൊണ്ട് നമ്മളൊക്കെ നമ്മുടെ ഉമ്മച്ചിമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എന്നാൽ ലോണുമായി ബന്ധപ്പെടുന്ന നമസ്കാരക്കാരാ, നോമ്പുകാരാ, ദിക്ർ ചൊല്ലുന്നവനെ, സ്വലാത്ത് ചൊല്ലുന്നവനെ, സുന്നിയും മുജാഹിദുമായി ലോകത്ത് വേർതിരിഞ്ഞവനെ, നീ പഠിക്കേണ്ട ഒരു പാഠമുണ്ട്. എന്താ പഠിക്കേണ്ട പാഠം? അല്ലാഹുവിന്റെ റസൂൽ പറയാ, നിന്റെ പെറ്റുമ്മച്ചിയുമായി, നിന്നെ പ്രസവിച്ച നിന്റെ മാതാവുമായി ലൈംഗിക ബന്ധത്തിലേർപ്പെടുന്നത് നീ എങ്ങാനും ഇഷ്ടപ്പെടുമോ പലിശക്കാരാ? ഇല്ല. തമ്മാടിത്തങ്ങൾ പറയരുത്, വൃത്തികേട് പറയരുത് എന്ന് ചിലപ്പോൾ ആരെങ്കിലും മനസ്സിൽ കരുതുണ്ടാവും. ഞാൻ നിങ്ങൾക്ക് അഹമ്മദ് റിപ്പോർട്ട് ചെയ്ത, ഇമാം ഹാക്കിം റിപ്പോർട്ട് ചെയ്തൊരു ഹദീത്ത് നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. അള്ളാന്റെ തിരുവൂർ പറയാ, الربا 73 بابا أيسرها مثل أن ينكح الرجل أمه. പലിശക്ക് 73 കവാടങ്ങളുണ്ട്. അതിൽ ഏറ്റവും നിസ്സാരമായത് എന്താണെന്നറിയുമോ? ഒരാൾ സ്വന്തം മാതാവുമായി ബന്ധപ്പെടുന്നതിന് തുല്യമാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പലിശയുടെ 73 കവാടങ്ങളിൽ ഏറ്റവും ചെറുത് അവനാന്റെ അമ്മച്ചിനായിട്ട് ബന്ധപ്പെടുന്നതിന് സമാനാണ്. വീടുണ്ടാക്കണ്ടേ? ആയിക്കോട്ടെ മക്കളെ, എന്നാ ലോൺ എടുത്തോളൂ എന്ന് എങ്ങനെ ഇമ്മ പറയാ? മോളെ കെട്ടിക്കണ്ടേ? ആയിക്കോട്ടെ മക്കളെ, എങ്ങനെയെങ്കിലും നടക്കുന്ന എങ്ങനെ മരങ്ങൾ പറയാ? എങ്ങനെ പറയാ? വാഹനം വേണ്ടേ? വാഹനം വേണം. ഉമ്മച്ചിനെ വ്യഭിചരിച്ചിട്ട് വാഹനം വേണോ? ഉമ്മച്ചിനെ വ്യഭിചരിച്ചിട്ട് ബിസിനസ് വേണോ? ഉമ്മച്ചിനെ വ്യഭിചരിച്ചിട്ട് കച്ചവടം വേണോ? നിങ്ങൾ തീരുമാനിക്കും. വേണോ? വേണ്ട. ഈ ഒരു ആയത്ത് നിങ്ങളെ മനസ്സിലുണ്ടായാൽ മതി. എപ്പോ പലിശയിട്ട് ബന്ധപ്പെടുമ്പോഴും പെറ്റമ്മാൻ അങ്ങനെ ഓർമ്മ വരും. ഏത് തമ്മാടിത്തത്തിൽ ഏർപ്പെടുന്നത് ഓർമ്മ വരുന്നു. അതാണിത്. അതുകൊണ്ട് കണ്ണ് നനഞ്ഞിട്ട് റബ്ബിനോട് പറഞ്ഞോളി, അല്ലാഹ്
അറിയാതെ ചെയ്തു പോയത് പഠിച്ചവനെ പുറത്തിരണേ. അവനാന്റെ അമ്മാനോട് സ്നേഹമുള്ള ഒരാൾക്ക് ഈ തമ്മാടിത്തത്തിൽ ഏർപ്പെടാൻ പറ്റൂല. ആലോചിക്കും. അതുകൊണ്ട് എൻ്റെ സഹോദരിമാർ കർക്കശമായി ഈ വിഷയത്തിലൊരു നിലപാട് സ്വീകരിക്കണം. ആ സ്വീകാര്യത അവനവൻ്റെ ഭർത്താക്കന്മാരെ കൊണ്ട് സമ്മതിപ്പിക്കുകയും വേണം എന്ന് പ്രത്യേകമായി ഞാൻ ഈ സമയത്ത് നിങ്ങളോട് ഓർമ്മപ്പെടുത്താണ്. അത് വളരെ ഗൗരവത്തോടുകൂടി നമ്മൾ കാണേണ്ട ഒരു സംഗതിയാണ്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെടുത്തി നമുക്ക് പരിചയപ്പെടുത്തേണ്ടതുണ്ട്. ആ കൂട്ടത്തില് ഇനി ഞാൻ വിശദീകരിക്കുന്നത് ഖിയാമത്തിന്റെ അടയാളങ്ങളിലൊന്ന് അധിക സ്ത്രീകൾക്കും ഇഷ്ടപ്പെടാത്തൊരു കാര്യത്തെയാണ്. ദുഃഖം അങ്ങനെ ദീന് പറഞ്ഞാൽ പലർക്കും ഇഷ്ടമുണ്ടാവില്ല. സത്യത്തിൽ ദീന് പറഞ്ഞാൽ ഇഷ്ടമുണ്ടാകുക വേണ്ട. കാരണം സ്വർഗം കിട്ടുന്ന കാര്യം ദീന് പറഞ്ഞാൽ. പക്ഷേ ദീന് പറഞ്ഞാൽ അധികം ആളുകൾക്കും താല്പര്യമുണ്ടാവില്ല. അബ്ദുല്ലാഹ് ഇബ്നു അംർ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, സയകൂന ഫീ ആഖിരി ഉമ്മത്തി റിജാലുൻ യർകബൂന അല സുറൂജി കഅസ്ബാഹിർ റിജാൽ കഅസ്ബാഹിർ റിഹാൽ كأشباه الرحال ينزلون على أبواب المسجد نساؤهم كاسيات عاريات على رؤوسهم كأسنمة البخت العجاف. എന്റെ സമുദായത്തിൽ ഒട്ടകത്തിന്റെ ഒടുക്കത്തിൽ ഒരു വിഭാഗം, എന്റെ സമുദായത്തിൽ ഒടുക്കത്തിൽ ഒരു വിഭാഗം പുരുഷന്മാരുണ്ടാകും. മൃദുലവും ലോലവുമായ ജീനികളിലായവർ സഞ്ചരിക്കും. വാഹനത്തിന്റെ സീറ്റുകൾ മൃദുലമാണ്, ലോലമാണ്, എത്ര ഹൃദ്യമാണ്. നമ്മൾ സ്വീകരിക്കുന്ന പല വാഹനങ്ങളും കൃത്യമായി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇന്ന് നമ്മളോട് പറഞ്ഞതുപോലെ. എന്നിട്ട് പറയാ, പള്ളിക്കവാടങ്ങളിൽ അവർ ചെന്നിറങ്ങുകയും ചെയ്യും. അവരുടെ സ്ത്രീകളാകട്ടെ വസ്ത്രം ധരിച്ച നഗ്നകളായിരിക്കും. അവരുടെ തലമുകളിൽ മെലിഞ്ഞ ഒട്ടകത്തിന്റെ പൂഞ്ഞകൾ പോലുള്ളത് ഉണ്ടായിരിക്കും. നിങ്ങൾ അവരെ ശപിക്കുക. കാരണം അവരാകട്ടെ ശപിക്കപ്പെട്ടവരാണ്. ആ സ്ത്രീകളെ കണ്ടങ്ങൾ ശപിക്കണം എന്നാണ്. എങ്ങനത്തെ സ്ത്രീകളെ? മെലിഞ്ഞ ഒട്ടകപ്പൂഞ്ഞകൾ പോലെ ഒരു പ്രത്യേക രീതിയിൽ ജീവിക്കുന്ന. ശരിക്കിത് പറഞ്ഞ എന്താ നിങ്ങള് ഞങ്ങൾക്ക് പറഞ്ഞുതരാം. ഇവിടെ മുമീലാത്ത് എന്ന പദം വിശദീകരിക്കുമ്പോൾ ഹാഫിദ് ദഹബി റഹിമഹുല്ലാ പഠിപ്പിക്കുന്നുണ്ടത്. ഈ തട്ടക്കിടുമ്പോൾ പല സ്ത്രീകളും കാണാം ഇവിടുന്ന് മുടിങ്ങനെ ഇവിടെ പ്രത്യേകം കെട്ടിവെക്കും. ഇവിടെ ഒരു മുടിക്കെട്ട് ബാക്കില് പല മുസ്ലിം സ്ത്രീകൾ കാണാം മുടിക്കെട്ട് ഇവിടെ ഉണ്ടാവും. ഈ മുടിക്കെട്ട് ഇങ്ങനെ കെട്ടിയിട്ട് പിന്നെ അതിന്മേൽ കൂടിയാണ് ഒന്നിച്ച് ഷാൾ ഇങ്ങനെ പണ്ട് നമ്മള് കളരിക്കാർ കച്ച കെട്ടണമാര് 46 ചുറ്റിങ്ങനെ ചുറ്റും, എന്നാലും കഴുത്ത് പുറത്തേക്കാറ്. അത് വേറെ വിഷയം. അപ്പൊ ബാക്കിൽ ഇങ്ങനെ കുഞ്ഞിക്കുണ്ടാവും, ഇവിടെ ഇങ്ങനെ കൂത്തൊക്കെ ഉണ്ടാവും. ഇതാണ് മുമീലാത്ത്, ഒട്ടകപ്പൂഞ്ഞ. എത്രയെത്ര മുസ്ലിം പെൺകുട്ടികൾ അതെ പർദ്ദ ധരിച്ചിട്ട് ഒട്ടകപ്പൂഞ്ഞകൾ. എത്രയെത്ര മുസ്ലിം യുവതികളാണെന്നറിയോ പർദ്ദ ധരിച്ചിട്ട് ഒട്ടകപ്പൂഞ്ഞകൾ. തനിച്ച വൃത്തികേട് ശപിക്കണം എന്നാണ്. നിങ്ങൾ ശപിക്കണം. കാരണം എന്താണെന്നറിയോ? അവര് ശപിക്കപ്പെട്ടവരാണെന്നാണ്. സ്റ്റൈലാണ്, ഫാഷനാണ്. പർദ്ദ ഇന്നൊരു ഫാഷനാണ്. നിസ്കരിക്കാത്തവർ പോലും പർദ്ദ ധരിക്കുന്നൊരു കാലം. സത്യത്തിൽ ഇസ്ലാം പഠിപ്പിച്ച് പർദ്ദ മാറി. എന്നിട്ട് ആന നെറ്റിപ്പട്ടം കെട്ടിയതുപോലെ കുറെ കുത്തും മുള്ളിയും ഡിസൈനൊക്കെ. ചിലത് വല്ല വവ്വാലിന്റെ മോഡൽ അപ്പം ഇറങ്ങിക്കണം, ചിലതുണ്ട് അങ്ങനെ. ഇവിടെ കുറെ തൊങ്ങല്, ഇവിടെ കുറെ തൊങ്ങല്, ഇടയിൽ ഒരു വേറൊന്ന്, മാറില് വേറൊന്ന്, കൈ ഇങ്ങനെ അടിത്തറ, ഇവിടെ എത്ര, പല കോലത്തിലും. നമ്മൾ പഴയ ഈ സുഡാൻ വംശജര് തോപിടും അറബി കുപ്പായം എന്നതുപോലെ പല കോലത്തിലാ. ഇറുകി പിടിച്ചിട്ടും ഇടുങ്ങി പിടിച്ചു ലൂസായിട്ടും അടി കുടുങ്ങിയിട്ടും എന്തൊക്കെയോ ഒരു തരം കാട്ടിക്കൂട്ടല്. എന്നിട്ട് അവസാനം വന്ന് പർദ്ദക്ക് രൂപമാറ്റം സംഭവിച്ചു. രൂപമാറ്റം സംഭവിച്ചൊരു പർദ്ദ ഞാൻ എടുത്ത് കാണുന്നറിയോ? അംബ്രല്ല കട്ടിംഗ് എന്നാണ്. സുബ്ഹാനല്ലാഹ്. അംബ്രല്ല കട്ടിംഗ് എന്ന് പറഞ്ഞാൽ പല ടൈപ്പുണ്ട്. അത് കുറച്ച് ലൂസാക്കി ഒന്നിച്ച് ഫ്രീ ആക്കി ഇടുന്ന അബായന്റെ വേറെ സ്റ്റൈലുണ്ട്. ഒന്നിച്ച് ഫ്രീ ആണത്. അത് വലിയ കുഴപ്പമില്ല. ഇതങ്ങനല്ല, അംബ്രല്ല പോലെ തന്നെ, കുട പോലെ തന്നെ ഇങ്ങനെ അതങ്ങനെ നടന്നു പോകുമ്പോ അതാ പോണു ഒഴിഞ്ഞാൽ അഹമ്മദാക്കാന്റെ മരുവളാണ്. ശരിക്കും അങ്ങനെ മനസ്സിലാവും. എൻ്റെ സഹോദരിമാരിയ്ക്കുന്നവരെ മുഖമൊന്നും വലിയ പുഞ്ചിരിയൊന്നും ഉണ്ടാവില്ല. സ്കൂൾക്ക് പറഞ്ഞേക്കണ പെൺകുട്ടികളില്ലേ 12ാം ക്ലാസ്സിലും 13ാം ക്ലാസ്സിലും, അവർക്ക് ഇടക്കുണ്ട് ഒരു പർദ്ദപ്പൂതി. പർദ്ദ ഇടുകയാണെങ്കിൽ നാട്ടിൽ നോക്കണ പർദ്ദ മതി, അല്ലെങ്കിൽ ഇപ്പൊ നാട്ടിൽ നോക്കണ പോലെ തന്നെ നോക്കിയാൽ മതി എന്നാണ്.
ഇത് ഞാൻ മനഃപൂർവ്വം പറഞ്ഞ, നിങ്ങൾ വെറുത്താലും ശരി വെറുത്തില്ലെങ്കിലും ശരി. പ്രത്യേകിച്ചും തലശ്ശേരി എന്നുണ്ട് ട്രേഡ് മാർക്ക് പർദ്ദകൾ വരാൻ. തലശ്ശേരിയാണ് പൊതുവെ ഫിത്തനയുടെയും ട്രേഡ് മാർക്കിന്റെ ഒരു കേന്ദ്രം. പല കാര്യത്തിലും അങ്ങനെയാണ്. അതുകൊണ്ട് ഞങ്ങളോട് പറയുന്ന വിഷമിപ്പിക്കല്ല, അടുത്ത നാടാണല്ലോ. പല കോലത്തിലും ഹിജാബ്, ഇസ്ലാമിലെ ജലാബീബിനെ പറ്റി ആളുകൾക്ക് അറിയില്ല. ഇന്നമിൻ അസ്റാത്തി സ്സാഅ വത്തൽഹറ സിയാബൻ തൽബസുഹാ നിസാഉൻ കാസിയാത്തുൻ ആരിയാത്തുൻ. സ്ത്രീകൾ ധരിക്കുന്നതായ വസ്ത്രങ്ങൾ വ്യാപകമാകലും അന്ത്യനാളിന്റെ അടയാളങ്ങളിൽ പെട്ടതാണ്. അവർ വസ്ത്രം ധരിച്ചവരാണ്, പക്ഷേ നഗ്നകളെ പോലെയാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇറുകിപ്പിടിച്ചൊരു വല്ലാത്ത വേഷം, വസ്ത്രം ധരിച്ചിട്ട് നഗ്നകൾ, ഒട്ടിപ്പിടിക്കുന്ന ബനിയൻ ക്ലോത്തുകൾ. ഒരു ചുരിദാർ ബിറ്റ് ഏകദേശം എന്റെ ഷർട്ടിന്റെ ഒക്കെ ഇറക്കേ ഉണ്ടാവുള്ളൂ, ഒരു പക്ഷെ ഒരു പൃഷ്ഠത്തിന് താഴെ. സാധാരണ ചുരിദാറുകളുടെ പാകിസ്ഥാനികളൊന്നും ഉത്തരേന്ത്യക്കാരിടുന്ന ചുരിദാറിന്റെ ഇറക്കൊന്നും ഉണ്ടാവില്ല. പണ്ട് ചുരിദാർ എന്ന് പറഞ്ഞാൽ അങ്ങനെയായിരുന്നു. എന്നിട്ട് പിന്നെ അതിന്റെ താഴെ നമ്മുടെ വീട്ടിലൊക്കെ സ്ത്രീകൾ ഇടാൻ ഉപയോഗിക്കുന്ന പർദ്ദന്റെ കടിയിൽ ഇടാൻ പറ്റിയൊരു ടൈപ്പ് ഉണ്ട്, ഒരു ഇടുങ്ങിപ്പിടിച്ച് കാലിന്റെ മുട്ട് ആ രണ്ടും ഇതുവരെ പുറത്തുനിന്ന് കാണും. അത്ര ഇറുകി പിടിച്ചൊരു സാധനം ഇടും. എന്നിട്ട് മുകളിലെ ടോപ്പും താഴത്തെ ഈ സാധനവും. എന്നിട്ട് തലയിലോ ഞാൻ പറഞ്ഞ ആ വസ്ത്രാക്ഷേപം പാഞ്ചാലിന്റെ ഒഴിച്ചാലും കിട്ടാത്തൊരു സാധനം ഉണ്ടല്ലോ, അതോട് ചുറ്റും. ആദ്യം ഒരു 56 പിന്നുണ്ടാവും. ഇവിടെ ഒരു കുത്ത്, ഇവിടെ ഒരു കുത്ത്, ഇവിടെ ഒരു കുത്ത്, ഇവിടെ ഒരു കുത്ത്, ഇവിടെ ഒരു കുത്ത്. എത്ര കുത്തിയാലും കഴുത്തിന്റെ ഈ ഭാഗം ഓപ്പണായിരിക്കും. ഇത് പച്ചയായി പൊതുജനമധ്യ ഞാൻ തുറന്നാണ് പറയണം. നിങ്ങളൊന്നും വിചാരിക്കരുത്, ഇസ്ലാമിക ജിൽബാബ് ഇതല്ല. ഇത് തെറ്റാണ്, ശരിയല്ല. അത് ആര് ധരിച്ചാലും ശരിയല്ല, നിന്റെ കുടുംബത്തിലുള്ളവർ ധരിച്ചാലും ശരിയല്ല. ദീന് പറയണല്ലോ. അതുകൊണ്ട് പർദ്ദ ധരിക്കുന്നത് പോലും ആകർഷണം കുറയാനാണ്. ആകർഷണം കുറയണം. 18 വയസ്സുള്ള ആരിഫ സുന്ദരിയാണ്, സൽസ്വഭാവിയാണ്, ദീനി നിഷ്ഠയുള്ള കുട്ടിയാണ്. അവള് കോളേജിൽ പോവാണ്, +2 പഠിക്കുന്ന കുട്ടിയാണ്. എങ്ങനെ സ്കൂളിൽ പോണത്? യൂണിഫോം ഇട്ടിട്ടല്ല, പർദ്ദ ഇട്ടിട്ട്. നിങ്ങൾ ഏത് കാര്യമാണ് പറയണത്? സൗദി അറേബ്യത്താണോ ഇന്ത്യ രാജ്യത്താണോ? ഞാൻ പറയണത് ദീനുള്ളൊരു കുട്ടി ഇന്ത്യ രാജ്യത്ത് പോണത് അങ്ങനെയാ. അങ്ങനെ പോകാവൂ. അങ്ങനെ പറ്റുന്ന സ്കൂൾ മതിയെന്ന് നമ്മൾ തീരുമാനിക്കണം. അല്ലെങ്കിൽ നമ്മുടെ സ്കൂളുകൾ അങ്ങനെ പരിവർത്തിപ്പിക്കണം. ഇപ്പൊ മുസ്ലിം മാനേജ്മെന്റ് ഉണ്ടെന്ന് ഇരിക്കുക, എന്തേ അവിടെ ചേർക്കണം? മുസ്ലിങ്ങൾക്കൊക്കെ തീരുമാനിച്ചൂടെ? പർദ്ദ ധരിച്ചിട്ട് എന്റെ കുട്ടി വരെവിടെ ക്ലാസ്സിൽ വരുമ്പോ വേണമെങ്കിൽ അത് അയച്ചു വെക്കുന്ന സമ്പ്രദായം എന്തെങ്കിലും ഉണ്ടാകാം. അതും അപ്പുറത്ത് ചെക്കന്മാരിക്കുന്നുണ്ട്, അതുകൊണ്ട് പർദ്ദ തന്നെ മതി തീരുമാനിച്ചെന്താ പ്രശ്നം? എന്താ പ്രശ്നം? ഒരു പ്രശ്നമില്ല. മനസ്സാണ് പ്രശ്നം. മാറ്റം വരണം, മാറ്റം വരണം. ഇത് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും പെണ്ണ് പഠിക്കണ്ട. അങ്ങനെയല്ല, സ്ത്രീകൾ പഠിച്ചോട്ടെ, ഇസ്ലാമിക മര്യാദകൾ പാലിച്ചിട്ട് പഠിച്ചോട്ടെ. അള്ളാഹുവിന്റെ ഭവനങ്ങളിലേക്ക് കടന്നു പോകുന്ന പെണ്ണിന് പോലും പാലിക്കേണ്ടുന്ന മര്യാദകൾ പാലിച്ചിട്ട് കടന്നു പോകാവൂ. അവള് സുഗന്ധം പൂശിക്കൂടാ. അള്ളാഹുവിന്റെ റസൂല് കർക്കശമായി പഠിപ്പിച്ചു പോയ പാഠമാണത്. എന്നിട്ടെങ്ങനെയാണ് ക്യാമ്പസുകളിലേക്ക് കടന്നു പോകുന്ന സ്ത്രീകള് നഗ്നതയെടുത്തൊരു വല്ലാത്ത കോലത്തിൽ കടന്നു പോവുക, മുഖത്ത് ഡിസൈൻ ചെയ്തിട്ട് കടന്നു പോവുക, പുരുകം അങ്ങനെ വല്ലാതെ പ്ലക്ക് ചെയ്തിട്ട് കടന്നു പോവുക, അവിടെ പ്രത്യേകം കറുപ്പ് വർണ്ണങ്ങൾ പൂശിയിട്ട് കടന്നു പോവുക. കണ്ണൊക്കെ ഇങ്ങോട്ട് നെയിലിട്ടിട്ട് ആ 2 കണ്ണിങ്ങനെ തുറച്ചു നിൽക്കണ പോലെ തോന്നിപ്പോവും. എന്താ നിങ്ങളിന്നെ നോക്കാത്തെന്നാ ശരിക്കും തോന്നിപ്പോവുക. ഒരാണിന് കണ്ട ഇത്ര കണ്ണുകൾ നിങ്ങളല്ലേ നോക്കണത്, നിങ്ങൾക്ക് എന്താ ഇങ്ങോട്ട് നോക്കിക്കൂടെ? നമ്മൾ നോക്കാത്ത ഒരാളാണ് ഇവിടെ നോക്കിപ്പിക്കും. കറുത്ത സാധനം, വെളുത്ത സുറുമയും ചുവന്ന സുറുമയും ഒന്നും കിട്ടാനില്ല ആൾക്കാർക്ക്. എല്ലാം ഉണ്ട്. മുസ്ലിം കുട്ടികൾ വരെ കറുത്ത സുറുമയുണ്ട്. ഇതിനത് കണ്ണിന്റെ ഭംഗി നാട്ടുകാർ കാണാൻ. ശരിക്കും മറക്കണ്ട കൂട്ടത്തില് മോതിരം വരെ കയ്യുമുണ്ടെങ്കിൽ അത് മറിയണമെന്നാ ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി പഠിപ്പിച്ച് ഈ ഹദീത്തുകൾ മുന്നിൽ വെച്ചിട്ട്. അറിയില്ല. പർദ്ദ ധരിച്ചിട്ട് ഉള്ളു പുറത്താ, ചുരിദാർ ധരിച്ചിട്ട് ഉള്ളു പുറത്താ, അനിസ്ലാമികമായ വേഷങ്ങൾ ധരിക്കുന്ന ഒരുപാട് സ്ത്രീകളെ നമ്മൾ കാണാം മുസ്ലിങ്ങളെ കൂട്ടത്തിൽ. നമ്മളാണല്ലോ ചർച്ച. എന്തേത് മാറ്റാൻ കഴിയാത്തത്? ചില സ്ത്രീകളൊക്കെ നല്ല വേഷവിധാനം ഉണ്ടാവും, ഉഷാറാണ്, എല്ലാ മര്യാദയൊക്കെ പാലിച്ചിട്ടുണ്ടാവും. പക്ഷെ കൂടെ നടക്കുന്ന 11 വയസ്സുള്ള 12 വയസ്സുള്ള 17, 18, 19, 20 വയസ്സുള്ള പെൺകുട്ടിന്റെ വേഷത്തിൽ മാത്രം ആ നിയമം പാലിക്കൂല. അതെന്ത് നിയമം പാലിക്കാത്തത്? ഓക്ക് നിയമം ബാധകല്ല. വയസ്സെത്തിയായി, തള്ളയായി, പ്രായമേറെ ചെന്ന് ഇനി ആരും നോക്കൂല എന്ന് തോന്നുമ്പോഴാണോ ഈ കറുത്ത് നിൽക്കേണ്ടത്? അല്ലല്ലോ.
നേരത്തെ പറഞ്ഞതുപോലെ 18 വയസ്സിൽ ഏറ്റവും ആളുകൾ ശ്രദ്ധിക്കുന്ന തോന്നുന്ന പ്രായത്തിലല്ലേ ഏതാ ഒരു തള്ള പോണെന്ന് തോന്നാൻ പാടുള്ളൂ അല്ലെ? ഒരു തള്ള പോണ പോലെ തോന്നാൻ പാടുള്ളൂ, ഒരു സ്ത്രീ വയസ്സെത്തി പോണ പോലെ തോന്നാൻ പാടുള്ളൂ. സത്യത്തിലോ 18 വയസ്സായിട്ടുള്ളൂ. ഇന്ന് വയസ്സെത്തി 68 പോയാൽ പോലും ഏതാ ഇപ്പൊ ഒരു 18 എന്നാ തോന്നാ. ഇടുക്കി പിടിച്ച സാധന. ഏതന്മാർക്കൊണ്ടൊരു കോട്ട് പറത തിരക്കിടൊന്നും ഉണ്ടായിരുന്നില്ല. അത് ഇറങ്ങുമ്പോ ഇപ്പൊ കോട്ട് വല്ലാതെ കോർട്ടിലെത്തിക്കണ പരിപാടിയാണ് ഇപ്പൊ കോട്ടിനൊക്കെ ഉള്ളത്. ഇടുക്കി പിടിച്ചിട്ട് ഉമ്മച്ചികളെ വരെ വേറെ കോലത്തിലാക്കുകയാണ്. ഞാൻ ഇതൊന്നും കുറ്റം പറയല്ല, ഇതൊന്നും വയല് പറഞ്ഞാൽ മനസ്സിലാവുള്ളത് ഇങ്ങനെ തന്നെ പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് നഗ്നതാ പ്രവർത്തനങ്ങള് സമൂഹത്തിൽ വ്യാപകമായതുകൊണ്ട് തന്നെ അത് നമ്മൾ നന്നായി ശ്രദ്ധിക്കണം. വസ്ത്രധാരണത്തിന്റെ കാര്യത്തിൽ നമ്മൾ ശരിക്കും പഠിച്ചവനെ സൂക്ഷിക്കണം. അത് സൂക്ഷിക്കപ്പെടാതൊരു സമുദായം ഇവിടെ വരുമെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചു. അവരുടെ വസ്ത്രം അവര് ഈ കോലത്തിലാണ് ധരിക്കുക. അതുകൊണ്ട് തന്നെ ഖിയാമത്തിന്റെ അടയാളങ്ങൾ തെരഞ്ഞ് നമ്മൾ എവിടെയും പോണ്ട. ഉമ്മത്ത് മുസ്ലിമിലേക്ക് ഇങ്ങനെ നോക്കിയാൽ കാണാ ഔറത്ത് മറച്ചിട്ടും മറയാത്ത ഒരുപാട് പെൺകുട്ടികളെ ക്യാമ്പസിൽ, സ്കൂളിൽ, കല്യാണപ്പുരയിൽ നമ്മുടെയൊക്കെ വീടുകളിലെ കല്യാണപ്പുരകളിൽ വരെ കൃത്യമായി പർദ്ദ ധരിക്കുന്ന മുസ്ലിം സ്ത്രീകളെ പോലും അന്ന് സാരി എടുത്തിട്ട് ഔറത്ത് കൃത്യമായി മറയാതെ ഇസ്ലാമിന്റെ വേഷവിധാനങ്ങളെ മാറ്റിവെച്ചൊരു സംസ്കാരം നമുക്ക് കാണാം. ഞാൻ എങ്ങനെ ഇപ്പൊ ഇതൊക്കെ പറയുങ്ങളോട്? എത്രയോ വീടുകൾ കണ്ടെത്തുന്നു. എന്തപ്പോ ഇവരൊക്കെ എങ്ങനെ? എന്താ ഇവർക്കൊന്നും മനസ്സിലാകാത്തത്? എന്താ അവരൊന്നും ശ്രദ്ധിക്കാത്തത്? എന്താ അവരൊന്നും കൃത്യമായി പാലിക്കാത്തത് എന്ന് നമുക്ക് തോന്നിപ്പോകും. അത്രത്തോളം വൃത്തികേടുകളിലേക്ക് ഈ ജനത മാറിപ്പോകുന്നൊരു വല്ലാത്ത കാലഘട്ടം. ഇതും ഖിയാമത്തിന്റെ ഒരു അടയാളം. ഏകദേശം നമ്മുടെ സമയമായതുകൊണ്ട് ഞാൻ 1-2 കാര്യങ്ങൾ കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. എന്നങ്ങൾ മനസ്സിലാക്കേണ്ടത്, ജീവിതത്തിന്റെ അതിപ്രസരത്തിനിടയിൽ ഒന്നും മറന്ന് അതിരുമെതിരും ലംഘിച്ച് ജീവിക്കുന്നതിനിടയിലാണ് തൗബ ചെയ്യാനോ കലിമ ചൊല്ലാനോ പോലും സമയം കിട്ടാതെ മരണം കടന്നു വരിക. നല്ല ആലോചിക്കേണ്ടതുണ്ട് നമ്മൾ നല്ലോണം. ഒരു കല്യാണ വീട്ടിലെ അനിസ്ലാമിക വേഷം ധരിച്ചൊരു പെൺകുട്ടിയുടെ ജീവിതത്തിലേക്ക് മരണത്തിന്റെ മലക്കുൽ മൗത്ത് കടന്നു വന്നാൽ ആ കുട്ടിക്ക് പശ്ചാത്തപിക്കാനോ തിരുത്താനോ സമയമില്ല. അവൾക്ക് റബ്ബിനോട് പറയാനൊക്കൂല, അല്ലാഹുവേ തിരിച്ചെന്റെ വീട്ടിലേക്ക് പറഞ്ഞയച്ചാലും ഞാനൊരു നല്ല ഇസ്ലാമിക വേഷവിധാനം ധരിച്ചിട്ട് തിരിച്ചു വരാമെന്ന് പറയാനൊക്കൂല. ആ കുഞ്ഞങ്ങാടിയിൽ എവിടെയെങ്കിലും വെച്ച് മരിച്ചാലും സ്കൂളിന്റെ വരാന്തയിൽ മരിച്ചുപോയാലും ഇസ്ലാമിക വിരുദ്ധമായ വേഷങ്ങൾ ധരിച്ചതിന്റെ പേരിൽ അള്ളാഹുവിന്റെ മുന്നിൽ അവളെ കുറ്റക്കാരിയായിട്ടാണ് റബ്ബിങ്കിലേക്ക് കടന്നു പോകുന്നത്. ഉമ്മമാരെ, പഠനത്തിന്റെ വിഷയത്തിൽ മാത്രം ജാഗ്രത പാലിച്ചാൽ പോരാ. എന്റെ മോളുടെ വേഷവിധാനം അവളെ നരകത്തിലേക്ക് പറഞ്ഞയക്കരുത് എന്ന കാര്യത്തിലും നമുക്ക് ജാഗ്രത പാലിക്കാനാകണേ. എന്റെ മോന്റെയും മോളുടെയും വേഷം ഇസ്ലാമിക വിരുദ്ധമാകരുത് എന്ന കാര്യത്തിൽ നമുക്ക് ജാഗ്രത പാലിക്കാനാകണം. ഏതേത് കാര്യം എങ്ങനെയാ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്? പെട്ടെന്ന് മരണം വരുന്ന അത് ഖിയാമത്തിന്റെ ഒരു അടയാള. മരണം പെട്ടെന്നുണ്ടാകുക, അത് വ്യാപകമാവും. എങ്ങനെ ഇപ്പൊ അയാൾ മരിച്ച്? ആ കുട്ടിക്ക് പ്രായമായിട്ടുള്ള സ്കൂൾക്ക് പോയ കുട്ടി, എൻ്റെ നാട്ടിലെ സംസ്ഥാന തലത്തിൽ അറിയപ്പെടുന്നൊരു പെൺകുട്ടി, മുസ്ലിം കുട്ടിയാണ്, രാഷ്ട്രപതിയുടെ അവാർഡ് വാങ്ങിച്ച കുട്ടിയാണ്. 9ാം ക്ലാസ് പഠിക്കുമ്പോൾ +2 ആ കുട്ടി എഴുതിയ കവിതയാണ് ആ കുട്ടിയുടെ മുതിർന്ന ജ്യേഷ്ഠത്തിമാർ പോലും പഠിച്ചത്. അത്രത്തോളം പ്രസിദ്ധമാണ് കേരളത്തിൽ. ഒരു ആക്സിഡന്റിൽ മരിച്ചുപോയി പാലക്കാട്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, വായിച്ചിട്ടുണ്ടാവും. ഒരു ടീച്ചർ മോളാണ്. ഞാൻ പറയണത്, നമ്മൾ അത്ഭുതപ്പെട്ടുവാണ്, ആശ്ചര്യപ്പെട്ടുവാണ് എങ്ങനെ ഇത് സംഭവിക്കണം. അല്ലാഹുവേ, അയാൾക്കൊരിക്കലും മരിക്കാനുള്ള പ്രായമായിട്ടില്ല. പെട്ടെന്ന് എന്തേ സംഭവിച്ച് എന്താ അറിയില്ല, പെട്ടെന്ന് എല്ലാം പണ്ട് നമ്മൾ തമാശക്കുറ എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. സംഭവം ശരിയാ. ഞാനും നിങ്ങളും മരിച്ചാലും ആൾക്കാർ അങ്ങനെ തന്നെ പറയാ, എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. പെട്ടെന്ന് സംഭവിക്കുന്ന മരണം വ്യാപകമാകലും അന്ത്യനാൾ അടുത്തതിനെ അറിയിക്കുന്ന കാര്യങ്ങളിൽ പെട്ടതാണ് പെട്ടെന്ന് മരണമുണ്ടാകൽ. അങ്ങനെ ജീവിതത്തിലേക്ക് മരണം കടന്നു വരുന്ന ഒരുപാട് രംഗങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തഖ്ദീർ കൃത്യമായി ഉണ്ടാകാം.
ഏതേത് വിഷയത്തിലാണ് എന്നിലേക്കും നിങ്ങളിലേക്കും മരണം കടന്നു വരിക എന്ന് നമുക്കറിയാത്ത കാര്യങ്ങളിൽ പെട്ടുപോയ വിഷയങ്ങളാണ്. എങ്ങനെയാണ് എനിക്ക് മരണമുണ്ടാവുക എന്നെനിക്കറിയാത്തൊരു വിഷയമാണ്. ജീവിതത്തിലേക്ക് അത് പെട്ടെന്ന് പടികടന്നു വരുമ്പോ ഒന്ന് തിരിച്ചു പോകാനും ഒന്ന് നന്നാക്കാനും നിലപാടുകൾ കൃത്യമാക്കാനും അല്ലാഹുവേ ആ ഒരു സെക്കൻഡ് വരെ ചെയ്തു പോയ വിഷയങ്ങളിൽ അബദ്ധങ്ങൾ ഉണ്ടെങ്കിൽ തിരുത്തണേ എന്ന് റബ്ബിന്റെ മുന്നിൽ ഒന്ന് പൊട്ടിക്കരയാനും പോലും സമയം ലഭിക്കാതെ പെട്ടെന്ന് അവസാനിക്കുന്ന ജീവിതങ്ങൾ. അവിടെയാൾ മരിച്ചു, ഇവിടെയാൾ മരിച്ചു, മറ്റൊരുത്താൾ മരിച്ചു, ഇങ്ങനെ കേൾക്കാം. ഇങ്ങനെ ഓരോന്നും ഇതൊക്കെ ഖിയാമത്തിന്റെ അടയാളങ്ങളാണ്. ഇനി ഞാൻ നിങ്ങളുടെ മുന്നിൽ ഒരിക്കലും പറയാത്ത, ഇതുവരെ പറയാത്ത കുറേ പ്രസിദ്ധമായ വൻ അടയാളങ്ങൾ കൂടിയുണ്ട്. ഇതൊക്കെ 3 രീതിയിലാണ്. ഒന്ന് സംഭവിച്ചത്, മറ്റൊന്ന് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്, ഇനി ഒരിക്കലും സംഭവിച്ചിട്ടില്ലാതെ നമ്മിലേക്ക് വരാനിരിക്കുന്നതുണ്ട്. കുറേയുണ്ട്. അത് മുഴുവനും വിശദീകരിക്കപ്പെടാൻ നമുക്കിവിടെ സമയമില്ല. അല്ലാഹു തൗഫീഖ് മറ്റേ സ്വന്തത്തിലാകും. ആ കൂട്ടത്തില് അള്ളാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച വലിയ വലിയ കാര്യങ്ങൾ വേറെയുണ്ട്. മഹദി, മസീഹു ദജ്ജാലിന്റെ പുറപ്പാട്, ഈസാ നബിയുടെ വരവ്, യഅജൂജ് മഅജൂജ്, 3 ഹസ്ഫുകൾ, ദുഖാൻ, ദാബത്ത്, പടിഞ്ഞാറുന്ന സൂര്യൻ വരൽ, അതുപോലെ ആളുകൾ ഒരുമിച്ച് കൂട്ടൽ എന്നിങ്ങനെ ഇസ്ലാം പഠിപ്പിച്ച കുറേ കാര്യങ്ങൾ. ഇതൊക്കെ ജീവിതത്തിലേക്ക് പെട്ടെന്ന് വരും. ദീനുൽ ഇസ്ലാം നാമാവശേഷമാകും. ഖുർആൻ ഉയർത്തപ്പെടും. ഒരുപാട് കാര്യങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഇതൊക്കെ മനുഷ്യന്റെ ജീവിതത്തിൽ വരാനിരിക്കുന്ന സംഭവങ്ങളാണ്. ഇതൊന്നും സുന്നിയും മുജാഹിദും ജമാഅത്തും തബ്ലീഗുമായിട്ട് വേർതിരിക്കേണ്ട വിഷയമൊന്നുമല്ല. പക്ഷേ ഇത്തരം പ്രവർത്തനങ്ങൾ മുഴുവനും, നമ്മൾ നേരത്തെ പറഞ്ഞത് മുഴുവനും ജീവിതത്തിലുണ്ടോ ഇല്ലേ എന്ന് പരിശോധിക്കേണ്ട ഒരു രംഗം നമുക്കുണ്ട്. സമൂഹത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ ഖിയാമത്ത് അടുത്തിട്ടുണ്ട്. പെട്ടെന്നത് വരും. ഏത് നിമിഷം അത് വരും. അത് വരുമ്പോ പിന്നൊരു മടക്കമില്ല. അത് വരുമ്പോ പിന്നൊരു തിരിച്ചുപോക്കില്ല. നമ്മുടെയൊക്കെ പ്രസരിപ്പ് പലപ്പോഴും ദുനിയാവിന്റെ വിഷയത്തിലാ, പിന്നോക്കാവസ്ഥ പരലോകത്തിന്റെ വിഷയത്തിലാ. ഒരു ക്ലാസ് ഉണ്ടെന്ന് പറയുമ്പോ, ഒരു യോഗമുണ്ടെന്ന് പറയുമ്പോ, ഒരു ദീനിന്റെ മജ്‌ലിസ് ഉണ്ടെന്ന് പറയുമ്പോ, ഇസ്ലാമികമായി പാലിക്കാൻ ആവശ്യമായ മര്യാദകളെ പഠിപ്പിക്കപ്പെടുന്ന ഒരു സംവിധാനമുണ്ടെന്ന് പറയുമ്പോ, QSLSന്റെ സംവിധാനങ്ങളുണ്ടെന്ന് പറയുമ്പോ, ഓരോരോ കാരണങ്ങൾ പറഞ്ഞിട്ട് മാറി നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ചില ആളുകളോട് നമ്മൾ ചോദിക്കുകയാ, എന്തേ നിങ്ങൾ കാണാതിരുന്നത്, എന്തേ സംവിധാനങ്ങൾക്ക് നിങ്ങൾ കാണാതിരുന്നത് എന്ന് ചോദിക്കുമ്പോൾ ചിലപ്പോൾ ചില ആളുകൾ പറയും, ചില സ്ത്രീകൾ പറയും, എനിക്ക് ചെറിയൊരു കുഞ്ഞാണ്, അത് മുലകുടി പ്രായത്തിലുള്ള കുഞ്ഞാണ്, ആ കുഞ്ഞിനെ വിട്ടേച്ചിട്ട് എനിക്കൊരു പ്രവർത്തനവും സാധ്യമല്ല എന്ന് പറഞ്ഞുകൂടെ മാതാവിന്റെ ചിത്രം. ആ ഒരു ചിത്രത്തിലുള്ള മാതാവ് നാളെ യൗമുൽ ഖിയാമത്ത് മുന്നിൽ കാണുമ്പോ അവർക്കുണ്ടാകുന്ന സംഭവ വികാസങ്ങളെപ്പറ്റി 22-ാമത്തെ അധ്യായം സൂറത്ത് ഹജ്ജിന്റെ 2-ാമത്തെ വാചകത്തിൽ പഠിച്ചത് പറഞ്ഞു തരികയാ. രാത്രി നമസ്കരിക്കാൻ, തഹജ്ജുദ് നിസ്കരിക്കാൻ, ഖുർആൻ ഓതാൻ, ദിക്ർ ചൊല്ലാൻ, ഇസ്ലാമിക പുണ്യപ്രവർത്തനങ്ങളൊക്കെ നടത്താൻ, സ്വർഗം കിട്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ നമുക്ക് തടസ്സം ഒരു ചെറിയ കുട്ടിയാണെങ്കിൽ അല്ലാഹു പറയാ, യൗമ തറൗനഹാ തദ്ഹലു കുല്ലു മുർളിഅത്തിൻ അമ്മാ അർളാ. നിങ്ങളത് കാണുന്ന ദിവസം ഏതൊരു മുല കൊടുക്കുന്ന മാതാവ് താൻ മുലയൂട്ടുന്ന കുഞ്ഞിനെ പറ്റി അശ്രദ്ധയിലായി പോകുമെന്ന് വിശുദ്ധ ഖുർആനാ. ചെറിയ മക്കളാണ് നമുക്ക് ഇബാദത്തിന് തടസ്സമെങ്കിൽ ആ ചെറിയ മക്കളുണ്ട് വലിച്ചെറിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ ജീവിതം നോക്കി പോകുന്നൊരു നിമിഷം വരാണ്ടതാണ്. അല്ലാഹുവിന്റെ ഖുർആനാ. 22-ാം അധ്യായം സൂറത്ത് ഹജ്ജിന്റെ 2-ാമത്തെ വാചകം. നിങ്ങൾ ആലോചിച്ച് നോക്കി, ജീവിതത്തിൽ ഇത് വരും. അതുകൊണ്ട് എപ്പോഴും ഈ യൗമുൽ ഖിയാമയെ മുന്നിൽ കണ്ടുകൊണ്ടുള്ളൊരു ജീവിതത്തിനാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത്. ഈ യൗമുൽ ഖിയാമയെ മുന്നിൽ കണ്ടുകൊണ്ടൊരു ജീവിതത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് ജീവിതത്തിലേക്ക് ഏത് നിമിഷവും കടന്നു വരുന്ന മരണത്തെ മുന്നിൽ കണ്ട് ജീവിതത്തെ ക്രമീകരിക്കാനാകണേ. മരണം ഒരു വെളിപ്പാടകല നമ്മുടെ മുന്നിലുണ്ട്. ഏത് നിമിഷവും അത് നമ്മിലേക്ക് കടന്നു വരുമേ. കടന്നു വരുന്നിടത്ത് മനുഷ്യന്റെ വിലാപങ്ങൾ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഹത്താ ഇദാ ജാഅ അഹദഹുൽ മൗത്ത് ഖാല റബ്ബി ഇർജിഊൻ
ലഅല്ലി അഅമലു സാലിഹൻ ഫീമാ തറക്തു കല്ലാ ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ വമിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബ്അസൂൻ. അങ്ങനെ അവരിലൊരാളിലേക്ക് മരണം കടന്നു വരുമ്പോ അയാള് പറഞ്ഞു പോകും, അല്ലാഹുവേ നീ എന്നൊന്ന് തിരിച്ചയക്കണേ നാഥ. എന്തിനാണ് എന്നെ തിരിച്ചയക്കുന്നതെന്നറിയുമോ? ലഅല്ലി അഅമലു സാലിഹൻ ഫീമാ തറക്ത്, ഞാൻ ഉപേക്ഷ വരുത്തിയിട്ടുള്ള സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതിലേക്ക് നീ എന്നൊന്ന് തിരിച്ചേക്കണേ നാഥ. അനുഷ്ഠാനങ്ങളിൽ സൽക്കർമ്മങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ സൽക്കർമ്മം ഏതാണെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കപ്പെട്ടു, അയ്യുൽ അഅമാലി അഫ്ളൽ, ഏറ്റവും നല്ല കർമ്മം ഏതാണെന്നറിയുമോ? അൽ ഈമാനു ബില്ലാഹ്, അല്ലാഹുവെ കൊണ്ടുള്ള വിശ്വാസമത്രയത്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ലോകത്ത് കർമ്മങ്ങളിൽ വെച്ച് ഏറ്റവും നല്ല കർമ്മം സത്യവിശ്വാസമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പ്രവാചകന്മാരെ മുഴുവനും ലോകത്തേക്ക് പറഞ്ഞയച്ചിട്ട് പഠിപ്പിച്ചു പോയ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കാര്യമാണ് ലോകത്തെ ഏറ്റവും ഗൗരവമായ കാര്യം. അഫ്ളലു മാ ഖുൽതു അന വന്നബിയ്യൂന മിൻ ഖബ്ലി ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഞാനും എന്റെ മുൻപുള്ള പ്രവാചകന്മാരും പറഞ്ഞുപോയ വാചകങ്ങളിൽ വെച്ച് ഏറ്റവും നല്ല വാചകം ഏതാണെന്നറിയുമോ? ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനായി ലാ മഅബൂദ ബിഹഖിൻ ഇല്ലല്ലാഹ്, വേറെ ആരുമില്ലെന്ന യാഥാർത്ഥ്യമാണ് പടച്ച റബ്ബിന്റെ പ്രവാചകന്മാര് ലോകത്തേക്ക് വിട്ടിട്ട് പഠിപ്പിച്ചതാണ്. അതുകൊണ്ട് റബ്ബിനോടല്ലാതെ പ്രാർത്ഥന പാടില്ല, റബ്ബിനോടല്ലാതെ ഇസ്തിഗാസ പാടില്ല, റബ്ബിനോടല്ലാതെ ഇസ്തിആന പാടില്ല, റബ്ബിന്റെ പേരിലല്ലാതെ നേർച്ച വഴിപാടുകൾ സമർപ്പിക്കപ്പെട്ടുകൂടാ. ആ നേർച്ച വഴിപാടുകൾ അർപ്പിക്കപ്പെട്ടത് റബ്ബിന്റെ പേരിലായതുകൊണ്ട് തന്നെ പടച്ച റബ്ബിന്റെ പേരിലല്ലാതെ ബലി സമർപ്പിച്ചുകൂടാ. സത്യം ചെയ്ത നാഥന്റെ പേരിലല്ലാതെ ആയിക്കൂടാ. ഇബാദത്തിന്റെ ഇടങ്ങളിൽ ഏതേത് കാര്യങ്ങളും പടച്ച റബ്ബിന്റെ പേരിലേ ആകാവൂ. മുഹീദ്ദീൻ ശൈഖിന്റെ പേരിൽ നേർച്ച അർപ്പിച്ചവരുണ്ട്, മുഹീദ്ദീൻ ശൈഖിന്റെ പേരിൽ ബലി സമർപ്പിച്ചവരുണ്ട്. അല്ലാഹുവിന്റെ തിരുദൂതർ പഠിപ്പിച്ചു പോയത് രണ്ടും പാടില്ല എന്ന പരിശുദ്ധ ദീനുൽ ഇസ്ലാം നമ്മളെ പഠിപ്പിച്ചു പോയത് രണ്ടും പാടില്ല എന്ന ഇതാ പരിശുദ്ധമായ ഒരു വല്ലാത്ത മാസം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മുന്നിലേക്ക് റബീഉൽ അവ്വൽ കടന്നു വരുമ്പോ ലോകത്തിന്റെ നേതാവിനെയാണ് ഏറ്റവും ഓർത്തു പോകുന്നതെന്ന യാഥാർത്ഥ്യം അവിടെ ഉണ്ടെങ്കിലും ആ ഒരു റബീഉൽ അവ്വലിന്റെ 12 ആളുകളതാ മൃഗങ്ങളെങ്ങ് ബലിയിറക്കുന്നു. ആരുടെ പേരിലാണ് മൃഗങ്ങളെ ബലിയിറക്കുന്നത്? അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിലാണ്, നബി തങ്ങളുടെ പേരിലാണ്. റമദാൻ 17 ബദരീങ്ങളുടെ പേരിൽ ബലിയിറക്കുന്നത് പോലെ റബീഉൽ ആഖിറിൽ 2 മാസം അപ്പുറം കടന്നു വരുമ്പോ ശൈഖ് മുഹീദ്ദീൻ ശൈഖിന്റെ പേരിൽ ബലിയിറക്കുന്നത് പോലെ നബി തങ്ങളുടെ പേരിൽ അവർ ബലിയിറക്കുന്നു. അല്ലാഹുവിന്റെ റസൂൽ ശപിച്ചു പോയിട്ടുണ്ട്. അല്ലാഹു ശപിച്ചിട്ടുണ്ട്. അല്ലാഹു അല്ലാത്തവരുടെ പേരിൽ ആര് ബലിയിറത്തോ അവനെ അല്ലാഹു ശപിച്ചിരിക്കുന്നു. മൻ ദബഹ ലിഗൈരില്ലാഹ്, ക്ഷമിക്കണം, മൻ ദബഹ ലിഗൈരില്ലാഹ് ഫഖദ് കഫറ ഔ അശ്റക. അല്ലാഹു അല്ലാത്തവരുടെ പേരിൽ ബലിയിറത്തവൻ അല്ലാഹ്, ആ ബലിയിറത്തവൻ ഒന്നില്ലെങ്കിൽ കാഫിറായി അല്ലെങ്കിൽ ശിർക്ക് ചെയ്തു എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ ചെക്കി എത്ര കൃത്യാത്. അതുകൊണ്ട് ബലി സമർപ്പണം ഒരിക്കലും പടച്ച റബ്ബിന്റെ പേരില്ലാതെ പാടില്ല. വളരെ കൃത്യമാണത്, ദീനിന്റെ നിയമങ്ങളാണത്. പക്ഷെ നമ്മുടെ നാട്ടിലെ ദീനിന്റെ നിയമങ്ങൾ പാലിക്കപ്പെടുന്നില്ല. അങ്ങനെ റബ്ബല്ലാത്തവരോട് തേടിയ, റബ്ബല്ലാത്തവരോട് പ്രാർത്ഥിച്ച, റബ്ബല്ലാത്തവർക്ക് നേർച്ച വഴിപാടുകൾ സമർപ്പിച്ച, റബ്ബല്ലാത്തവരുടെ പേരിൽ ബലി സമർപ്പണങ്ങൾ നടത്തിയ, റബ്ബല്ലാത്തവരുടെ പേരിൽ സത്യം ചെയ്ത വാപ്പച്ചിയാണ്, ഉമ്മച്ചിയാണ്, കുഞ്ഞുമോളാണ്, ഏതെങ്കിലും ജാറത്തിലെ ബീവിയാണ്, തൊട്ടപ്പുറത്ത് ഏതെങ്കിലും മഖാമിൽ കിടക്കുന്ന ആളുകളാണ് എന്ന് പറഞ്ഞിട്ട് സത്യം ചെയ്തു
പോയ ആളുകളുണ്ട് ഒരുപാട്. പാടില്ലാത്തതാണ്, ശിർക്കിന്റെ ഇനങ്ങളിൽ പെട്ടതാണ്, തൗഹീദിന് വിരുദ്ധമായ കാര്യങ്ങളാണ്. അങ്ങനെ മരണപ്പെടുന്ന ആള് പോലും പറഞ്ഞു പോകും, ഞാൻ ഉപേക്ഷിച്ചിട്ടുള്ള സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതിലേക്ക് എന്നെ നീയൊന്ന് തിരിച്ചേക്കണേ നാഥാ. തൗഹീദിൽ പാളിയവൻ പറഞ്ഞു പോകും, ശിർക്ക് സംഭവിച്ചവനും പറഞ്ഞു പോകും. ഇനി മരിച്ചു, ഖബറടക്കി, പരലോകത്തെത്തി, മനുഷ്യർ ദുനിയാവിലേക്കൊരു മടക്കാഗ്രഹിക്കും. ولو ترى إذ وقفوا على النار فقالوا يا ليتنا نرد ولا نكذب بآيات ربنا ونكون من المؤمنين. അവര് നരകത്തിങ്കൽ നിർത്തപ്പെടുന്ന രംഗം നബിയെ താങ്കളെങ്ങാനും കണ്ടിരുന്നുവെങ്കിൽ അപ്പോൾ അവർ പറയും, ഞങ്ങളൊന്ന് തിരിച്ചയക്കപ്പെട്ടിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. എങ്കിൽ ഞങ്ങൾ ഞങ്ങളുടെ റബ്ബിന്റെ ദൃഷ്ടാന്തങ്ങൾ തള്ളിക്കളയാതിരിക്കുകയും ഞങ്ങൾ സത്യവിശ്വാസികളുടെ കൂട്ടത്തിലാവുകയും ചെയ്യുമായിരുന്നു. ദുനിയാവിൽ എന്ത് ചെയ്തു? അള്ളാന്റെ ദൃഷ്ടാന്തങ്ങൾ തള്ളി, ആയത്തും തള്ളി, ഹദീസും തള്ളി. ശിർക്ക് ചെയ്യല്ലേ, വ്യഭിചരിക്കല്ലേ, മോഷ്ടിക്കല്ലേ, പിടിച്ചുപറിക്കല്ലേ, പലിശയുമായി ബന്ധപ്പെടല്ലേ, തോന്നിവാസം പറയല്ലേ, അനിസ്ലാമിക വേഷവിധാനങ്ങൾ നടത്തല്ലേ, തമ്മാടിത്തങ്ങൾ പറയല്ലേ, അപവാദം പറയല്ലേ, പരദൂഷണം പറയല്ലേ, നുണ പറയല്ലേ. എല്ലാ നിയമങ്ങളും ഇതൊക്കെ മനുഷ്യർ ഓരോന്നോരോന്ന് കാറ്റിപ്പറത്തി. ഒന്ന് പാലിച്ചോ മറ്റേത് പാളി, മറ്റേത് പാളി, ഇതില് പാളി. ഒന്ന് സ്വീകരിച്ചോ മറ്റേത് സ്വീകരിച്ചില്ല. ഉദ്ഖുലൂ ഫിസ്സൽമി കാഫ, പരിപൂർണമായി ദീനിലേക്ക് പ്രവേശിച്ചില്ല. പക്ഷെ വായ കൊണ്ട് പറഞ്ഞു സുന്നിയാണ്, വായ കൊണ്ട് പറഞ്ഞു മുജാഹിദാണ്, വായ കൊണ്ട് പറഞ്ഞു ജമാഅത്തെ ഇസ്ലാമിക്കാരനാണ്. പക്ഷെ അള്ളാന്റെ ദീന് ജീവിതത്തിൽ ഉണ്ടായില്ല. അയാളൊക്കെ പറയും, പഠിച്ചോനും തിരിച്ചയക്കിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. തെറ്റ് ചെയ്തവരൊക്കെ പറയും, പരലോകത്ത് തെറ്റ് ചെയ്തവരൊക്കെ പറയുമെന്ന് തിരിച്ചയച്ചിരുന്നെങ്കിൽ നന്നായിരുന്നു. ഉദ്ദേശങ്ങൾ മാറിപ്പോയവര് പറയും, തിരിച്ചയച്ചിരുന്നെങ്കിൽ നന്നായിരുന്നു. ഞങ്ങൾ നന്നായിക്കോളാം, ദൃഷ്ടാന്തങ്ങൾ സ്വീകരിച്ചോളാം, ഞങ്ങൾ ഈമാനുള്ളവരുടെ കൂട്ടത്തിലായിക്കൊള്ളാം. അങ്ങനെ എല്ലാവരും പരലോകത്തെത്തും. എന്നിട്ട് പരലോകത്തെ ഒരു വേദനകളും പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും ഒക്കെ അവരനുഭവിക്കേണ്ടി വരും. ഇങ്ങനെ പടച്ചിറപ്പ് തൃപ്തിപ്പെട്ട മാർഗത്തിലൂടെയല്ല അവർ ലോകത്ത് ജീവിച്ചതെങ്കിൽ. അതുകൊണ്ട് സഹോദരങ്ങളെ, കൃത്യമായൊരു കാഴ്ചപ്പാട് ഈ വിഷയത്തിൽ നമ്മൾ രൂപീകരിച്ചെടുക്കണം. ജീവിതത്തെ ഓരോ രംഗങ്ങൾ മുന്നിൽ ഇങ്ങനെ വരികയാണ്. ഇല്ല, ലോകം അവസാനിക്കാനായി എന്ന് കൃത്യമായ തെളിവുകൾ. ഇത് മുഴുവനും ഒരു സത്യവിശ്വാസിക്ക് പാഠമാണ്, ഗുണപാഠങ്ങൾ. ഓരോന്നിലും മുക്കറ്റം മദ്യപിച്ചിട്ട് മുന്നിലൂടെ കടന്നുപോയ ഒരാളെ കാണുമ്പോ യാ റബ്ബി, ഖിയാമത്തെത്തിയില്ലോ നാഥ. അനിസ്ലാമിക വേഷം ധരിച്ച് കടന്നുപോയ ഒരു പെണ്ണിനെ കാണുമ്പോ യാ റബ്ബി, ഖിയാമത്ത് നാൾ എത്തിയില്ലോ നാഥ. തെമ്മാടിത്തങ്ങളും നെറുകേടുകളും പീക്കൂത്തുകളും ലോകത്ത് വ്യാപിക്കുമ്പോൾ മുസ്ലിമിന്റെ നെഞ്ചകം പിടക്കുന്ന പഠിച്ചോനെ, ചരൽ വർഷങ്ങളും കോലം മാറ്റലും ഭൂകമ്പങ്ങൾ ലോകത്ത് വർദ്ധിക്കുന്നത് പോലും ഖിയാമത്തിന്റെ അശ്രാത്തുകളിൽ, അടയാളങ്ങളിൽ, ആ ഒരു ഇനങ്ങളിൽ പെട്ടതാണെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് നമ്മൾ മറന്നുപോയോ? ഓരോ ലോകത്ത് ഭൂകമ്പങ്ങൾ വർദ്ധിക്കുന്നു. ഓരോന്നും സത്യവിശ്വാസി ഗുണപാഠാണ്. നന്നാകാൻ, തിരിച്ചു പോകാൻ, അല്ലേ? തിരിച്ചു പോകാൻ ഒരു ശ്രദ്ധ, ജാഗ്രത, ഗുണപാഠം. അതെ, അത്രയേ ഉള്ളൂ. ഈ സംസാരം പോലും അത്രയേ ഉള്ളൂ. അതുകൊണ്ട് ജീവിതത്തെ കൃത്യമാക്കി നമ്മൾ ക്രമീകരിക്കണം. അള്ളാഹുവിന്റെ ആയത്തിൽ ഒന്നുകൂടി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. പടച്ചോൻ പറയാണ്, വഹും യഹ്മിലൂന ഔസാറഹും അലാ ളുഹൂരിഹിം അലാ സാഅ മാ യസ്റൂൻ. അവർ അവരുടെ പാപഭാരങ്ങൾ അവരുടെ മുതുകുകളിൽ വഹിക്കുന്നുണ്ടായിരിക്കും. അവർ പേറുന്ന ഭാരം എത്ര ചീത്തയാണ്. ഒരു പാപത്തിന്റെ ഭാണ്ഡവുമായി നാളെ റബ്ബിന്റെ കോടതിയിലേക്ക് കടന്നു പോകുന്ന അവസ്ഥാവിശേഷം എനിക്കും നിങ്ങൾക്കുണ്ടാകരുത്. അള്ളാഹു നമ്മെ അതിനെ സഹായിക്കുമാറാകട്ടെ. ഏതാനും ചില കാര്യങ്ങൾ വളരെ കുറഞ്ഞ സമയം എൻ്റെ ആരോഗ്യത്തിന്റെ പരിധിയിൽ നിന്ന് വിശദീകരിച്ചതാണ്. അബദ്ധങ്ങൾ ഉണ്ടാകാം, അള്ളാഹു പുറത്തു തരുമാറാകട്ടെ. പക്ഷേ പടച്ച റബ്ബിന്റെ ദീനാണ് എന്ന നിലക്ക്
നമ്മൾ ഗൗരവത്തോടുകൂടി വിഷയങ്ങളെ സമീപിക്കാൻ തയ്യാറാകണം. ജനതക്കൊരു മാനസികാവസ്ഥ ഉണ്ട്, എന്നും അങ്ങനെ. അവർക്ക് ഇഷ്ടമുണ്ടാകണം നമ്മൾ പറയുന്നതിൽ. അവരിഷ്ടപ്പെടാത്തത് നമ്മൾ പറഞ്ഞാൽ അവർ സ്വീകരിക്കാൻ തയ്യാറല്ല. എല്ലാവരും അങ്ങനെ. എൻ്റെ ന്യൂനത എന്നോട് പറഞ്ഞാൽ തിരുത്തുന്നതിന് പകരം പറഞ്ഞോനെ ചവിട്ടിക്കൂട്ടാൻ പറ്റുമെന്ന് നോക്കുന്നൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അകത്തും പുറത്തൊക്കെ അങ്ങനെ. അതുകൊണ്ട് ഫിത്തനയുടെ ഒരു കാലഘട്ടമായതുകൊണ്ട് ഫിത്തനകൾ പോലും വ്യാപിക്കുമെന്നത് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഖിയാമത്തിന്റെ അടയാളമാണ്. എല്ലായിടത്തും ഫിത്തന വർദ്ധിക്കും, ഫിത്തന വ്യാപിക്കും. മുസ്ലിങ്ങൾക്കിടയിൽ പോലും വ്യാപകമായ ഫിത്തനകൾ, ആദർശക്കാർക്കിടയിൽ പോലും വ്യാപകമായ ഫിത്തനകൾ. ഒരേ മൻഹജ്, ഒരേ അഖീദ, അത് പിൻപറ്റിയവർക്കിടയിൽ പോലും പ്രശ്നങ്ങൾ, സ്വാരസ്യങ്ങൾ ഉണ്ടാകാം. ഒരു പക്ഷെ മാനുഷികമായി ഉണ്ടാകാം. പക്ഷേ അള്ളാഹു പഠിപ്പിച്ചതിനെതിരായി എന്നിലും നിങ്ങളിലും അത്രയൊരു ഫിത്തനയും ഫസാദും ഉണ്ടായിക്കൂടാ. ചവിട്ടിക്കുത്തലും പുറന്തള്ളലും നമ്മളുടെ ഇടയിൽ ഉണ്ടായിക്കൂടാ. ഒരു ന്യൂനതയും കഴിവിന്റെ പരമാവധി വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. റബ്ബ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ നടത്തുന്നത് മാഷാ അല്ലാഹ് അള്ളാഹുവിന്റെ തൃപ്തിയും സ്വർഗരാജ്യവും മാത്രം കാംക്ഷിച്ചിട്ടാണ്. വേറൊരു ലക്ഷ്യവും നമുക്ക് ഇവിടെ അല്ല. അതുകൊണ്ട് തന്നെ വിസ്റ്റം പോലുള്ള മഹത്തായ ദഅവാ സംരംഭങ്ങളിൽ നമ്മൾ സജീവരാകേണ്ടതിന്റെ ആവശ്യകത നാൾക്ക് നാൾ വർദ്ധിക്കുകയാണ്. ഞാൻ ആ ഒരു വാചകം മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കാം ഇൻഷാ അല്ലാഹ്. എൻ്റെ മുന്നിലിരിക്കുന്ന ബഹുമാന്യരായ എൻ്റെ സുഹൃത്തുക്കളോട്, കടന്നു വന്നവരോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ഇസ്ലാമിക ദഅവത്തിന്റെ അനിവാര്യതയെ എത്രത്തോളം ബോധ്യം വന്നു എന്ന് ചോദിച്ചാൽ, എത്രത്തോളം നമ്മുടെ നാട്ടിൽ ഫിത്നയും ഫസാദും ഈ തമ്മാടിത്തങ്ങളും നെറുകേടുകളും വ്യാപിക്കുന്നുവോ അത്രത്തോളം നമ്മുടെ ബാധ്യത വർദ്ധിച്ചു എന്നതാണ്. നമുക്കൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല നമുക്ക് തൗഹീദ് കിട്ടിയിട്ടില്ലെങ്കിൽ. നമുക്കൊരു പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു നമുക്ക് സുന്നത്ത് കിട്ടിയിട്ടില്ലെങ്കിൽ. നമുക്കൊരു പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു ഇസ്ലാമികമായ മാർഗങ്ങളെ പറ്റി അറിയില്ലായിരുന്നെങ്കിൽ. ഇതൊക്കെ അറിയാം, ഇതൊക്കെ നമുക്കറിയാം. അതുകൊണ്ട് നമുക്ക് പരീക്ഷണം കൂടും. ഇത് പറഞ്ഞു കൊടുക്കണം, ജനതയിലേക്ക് എത്തിക്കണം. ഒരു കടലാസെങ്കിലും മറ്റുള്ളവന്റെ പൂമുഖത്ത് കൊണ്ടുപോയി എറിഞ്ഞിട്ട് കൊടുത്തിട്ട് അല്ലാഹുവേ നിന്നോട് നിന്റെ മുന്നിൽ ഉദറ് പറയാൻ. അതെ, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് കഴിവിന്റെ പരമാവധി നമ്മുടെ ഈ പ്രൊജക്റ്റുകളുമായി നമ്മൾ സഹകരിക്കണം. മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും സമ്പത്ത് കൊണ്ടും നമ്മളിതിനോട് സഹകരിക്കണം. എന്നിട്ട് ലോകത്തിന്റെ മുന്നിൽ ഈ കേരളത്തിലെ ഒരു കൊച്ചു സംഘം അവതരിപ്പിക്കുന്ന ഈ ഒരു ലളിതമായ പദ്ധതി പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല സ്വർഗത്തിന് വേണ്ടി മാത്രം, അള്ളാഹുവിന്റെ ലിഖാഇന് വേണ്ടി മാത്രം, അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി മാത്രം നമ്മിൽ നിന്ന് കബൂലാക്കുമാറാകട്ടെ. അതിനുവേണ്ടി രാപ്പകലുകൾ അധ്വാനിക്കുന്ന പണ്ഡിതന്മാർ, ദാഇമാർ, സമ്പാദ്യം നൽകുന്നവർ, മനസ്സും ശരീരവും സമർപ്പിച്ചവർ, ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് ആത്മാർത്ഥമായി ഇടനെഞ്ചു പൊട്ടിയിട്ട് കണ്ണു നനഞ്ഞിട്ട് കരമുയർത്തിയിട്ട് പടച്ച റബ്ബിന്റെ ഖജനാവ് വിട്ടുമാറി പ്രാർത്ഥിച്ചവർ, അല്ലാഹുവേ നീ ഇത് കബൂലാക്കണേ തമ്പുരാനെ. അല്ലാഹു സുബ്ഹാനഹു വ തആല എൻലൈറ്റിംഗ് കോൺഫറൻസ് നടന്ന പ്രദേശങ്ങളുടെ ഒക്കെ ഒരു ചിത്രം നമ്മുടെ മുന്നിലുണ്ട്. അല്ലാഹു ഇടയ്ക്ക് തൗഹീദിന്റെയും സുന്നത്തിന്റെയും പ്രകാശത്തെ പ്രശോഭിപ്പിക്കുമാറാകട്ടെ. വളരെയധികം അകൽച്ച പാലിക്കുന്ന, അകന്നുപോയ നമ്മുടെ സഹോദരങ്ങൾ പലരും, അവരുടെ മനസ്സുകളെ അള്ളാഹു നമ്മിലേക്ക് അടുപ്പിക്കുമാറാകട്ടെ. നമ്മുടെ പണ്ഡിതന്മാർ, ദാഇമാർ, പ്രവർത്തകർ, അള്ളാഹു അവർക്ക് സ്വർഗം പകർന്നു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിലെ കുറേയധികം പണ്ഡിതന്മാർ അവർ രോഗികളാണ്, പ്രയാസമനുഭവിക്കുന്നവരാണ്. അവരുടെ പ്രയാസത്തിന് അള്ളാഹു ആശ്വാസം പ്രദാനം ചെയ്യുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല എന്റെയും നിങ്ങളുടെയും സർവ്വപാപങ്ങളെയും പുറത്ത് അള്ളാഹു നമുക്ക് മാപ്പ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ നിമിഷം വരെ എന്നിലും നിങ്ങളിലും വന്നുപോയ മനസ്സാ വാച കർമ്മണ സർവ്വതിന്മകളും അള്ളാഹു നമുക്ക് പുറത്തു തരുമാറാവട്ടെ. പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല ഈ നിമിഷം വരെ എന്നിലും നിങ്ങളിലും വന്ന നന്മകൾ, മനസ്സുകൊണ്ട്, വാക്കുകൊണ്ട്, പ്രവൃത്തിയിൽ നമ്മൾ അനുഷ്ഠിച്ച നന്മകൾ സ്വർഗത്തിന് വേണ്ടി അല്ലാഹു നമ്മിൽ നിന്ന് കബൂലാക്കുമാറാകട്ടെ. ഹൃദയ വിശാലത, ഈമാനിക ബോധം, തഖ്വ, ഇഖ്ലാസ്, ഇഹ്സാൻ, നല്ല നല്ല കാഴ്ചപ്പാടുകൾ, നല്ല ബുദ്ധി, തെളിഞ്ഞ മനസ്സ്, ഒരാളോടും പെരുവാക്ക് പറയാത്ത, കുത്തുവാക്ക് പറയാത്ത നിഷ്കളങ്കമായ മനസ്സിന്റെ ഉടമകളാക്കി അല്ലാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ.
കാലുവെട്ടും കുതികാലുവെട്ടും ഭാരവെപ്പുമായി ഒരു പ്രവർത്തനത്തിൽ നിന്ന് അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആര് ദ്രോഹിച്ചാലും, ആര് ഉപദ്രവിച്ചാലും, ആര് മാനസികമായി അസ്വസ്ഥത സൃഷ്ടിച്ചാലും നാഥാ പുറത്തു കൊടുക്കണേ എന്ന് മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ച് നിഷ്കളങ്ക ഹൃദയത്തിന്റെ ഉടമകളായി ഓരോ ദിവസവും അള്ളാഹുവിലേക്ക് ഉറങ്ങുന്നവരായി തീരാൻ, ആ സ്വർഗം കിട്ടിയ സഹാബിയെ പോലെ ആകാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നാഥാ ഈ സദസ്സിന് നീ ബർക്കത്ത് ചൊരിയണേ തമ്പുരാനെ. പഠിച്ചോനെ, ഈ സദസ്സിൽ രോഗികളുണ്ട്, അവരുടെ രോഗത്തിന് നിശ്ചിഫാവുന്ന ആജില പ്രദാനം ചെയ്യണേ. ഈ സദസ്സിൽ മാനസികമായും ശാരീരികമായും സാമ്പത്തികമായും പ്രയാസം അനുഭവിക്കുന്നവരുണ്ട്, അവരുടെ പ്രയാസത്തിന് നീ ആശ്വാസം പ്രദാനം ചെയ്യണേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ ഇണകളിൽ, ഞങ്ങളുടെ മക്കളിൽ നീ ഞങ്ങൾക്ക് കൺകുളിർമ പ്രദാനം ചെയ്യണേ. ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ പുറത്തു കൊടുക്കണേ. ഞങ്ങളുടെ വാപ്പമാർക്കും ഉമ്മമാർക്കും കൺകുളിർമയുള്ള മക്കളാക്കി ഞങ്ങളെ നീ മാറ്റണേ തമ്പുരാനെ. അല്ലാഹുവേ, സമൂഹത്തിൽ പടർന്ന് പന്തലിച്ച എല്ലാ വളിച്ച പൊളിച്ച വൃത്തികെട്ട ഹറാമായ പേക്കൂത്തുകളിൽ നിന്നും ഞങ്ങളുടെ ആൺമക്കളെയും പെൺമക്കളെയും നീ സംരക്ഷിക്കണേ നാഥാ. ദീന് നൽകി ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ നാഥാ. അല്ലാഹുവേ, ഏറ്റവും അധികം നിന്നെ സ്നേഹിക്കാൻ പിന്നെ നിന്റെ ഹബീബായ സയ്യിദുനാ വശഫീഉനാ വഹബീബുനാ വറഹ്മത്തുൽ ലിൽ ആലമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകി അനുഗ്രഹിക്കണേ റബ്ബേ. പ്രവാചകനോടുള്ള മഹബ്ബത്ത് കൊണ്ട് ഞങ്ങളുടെ ഹൃദയത്തിന് നീ വിശാലത നൽകണേ നാഥാ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദിൽ അശ്ശിർക വൽ മുശ്രിക്കീൻ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. എൻ്റെ ബഹുമാന്യരായ സഹോദരങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്, അള്ളാഹുവിൻ്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഒരു പ്രാർത്ഥനയുണ്ട്. ഏത് സദസ്സിൽ നിന്ന് പിരിയുമ്പോഴും, രണ്ട് വ്യക്തികൾ തമ്മിൽ സംസാരിച്ച് പിരിയുമ്പോഴും ഒക്കെ നമ്മൾ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയാണ്. അറിയാത്തവർക്ക് എൻ്റെ കൂടെ ചൊല്ലാവുന്നതാണ്. കഫാറത്തുൽ മജ്ലിസ് എന്ന് പറയും. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈഹി വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ നബിയ്യിനാ മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.